So cochlear implant, it has two components, internal component and external component. Internal component ഉള്ള parts ആണ്. It has an electrode. Electrode ഒന്നെങ്കിൽ കോക്ലിയയ്ക്കുള്ളിലോ അല്ലെങ്കിൽ കോക്ലിയയുടെ പുറത്തൊക്കെ ആയിട്ടായിരിക്കും വെക്കുക. ഈ ഇലക്ട്രോഡിന് ഒരു ഇന്റേണൽ റിസീവർ ഉണ്ട്, which is embedded into the temporal bone behind the ear. ഇതാണ് ഇന്റേണൽ കമ്പോണന്റ്. ഇനി എക്സ്റ്റേണൽ കമ്പോണന്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ there is a microphone, external transmitter and a signal processor. Signal processor converts the sound signal received from the microphone and it sends into the external transmitter and the internal receiver. So external components in the parts ഇതൊക്കെയാണ്. ഒരു മൈക്രോഫോൺ ഉണ്ട്, ഒരു എക്സ്റ്റേണൽ ട്രാൻസ്മിറ്റർ ഉണ്ട്, ഒരു സിഗ്നൽ പ്രോസസ്സർ ഉണ്ട്. സോ മൈക്രോഫോൺ ആണ് സൗണ്ട് വെളിയിൽ നിന്ന് കളക്ട് ചെയ്യുക, അത് സിഗ്നൽ പ്രോസസ്സറിലേക്ക് വിടും. സിഗ്നൽ പ്രോസസ്സർ അതിനെ സിഗ്നൽസ് ആയിട്ട് സെൻഡ് ചെയ്യും എക്സ്റ്റേണൽ ട്രാൻസ്മിറ്ററിലേക്കും അതുപോലെ തന്നെ നമ്മളുടെ ടെമ്പറൽ ബോണിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇന്റേണൽ റിസീവറിലേക്കും. And finally, it stimulates the auditory nerve to send signals to the brain. നമ്മളുടെ സിഗ്നൽ പ്രോസസ്സറിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽസ് they are transmitted by the auditory nerve to the brain. This is about the parts of cochlear implantation. Internal component ഉണ്ട്, external component ഉണ്ട്. എക്സ്റ്റേണൽ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു മൈക്രോഫോൺ ഉണ്ട്, ഒരു എക്സ്റ്റേണൽ ട്രാൻസ്മിറ്റർ ഉണ്ട്, ഒരു സിഗ്നൽ പ്രോസസ്സർ ഉണ്ട്. മൈക്രോഫോണാണ് വെളിയിൽ നിന്ന് സൗണ്ട്സ് കളക്ട് ചെയ്ത് അത് എക്സ്റ്റേണൽ ട്രാൻസ്മിറ്ററിൽ കൂടി സിഗ്നൽ പ്രോസസ്സറിലേക്ക് വിടും. സിഗ്നൽ പ്രോസസ്സർ അതിനെ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അടുത്ത ഇന്റേണൽ ഈ കമ്പോണൻസിലേക്ക് വിടും. ഇന്റേണൽ കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോഡ് ഉണ്ട്, കോക്ലിയയുടെ മുകളിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇന്റേണൽ റിസീവർ ഉണ്ട്, അത് ടെമ്പറൽ ബോണിൻ്റെ മുകളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. സോ സിഗ്നൽ പ്രോസസ്സർ ഈ ഒരു സിഗ്നൽസ് പാസ് ഓൺ ചെയ്യും ടു ദ ഇന്റേണൽ റിസീവർ ആസ് വെൽ ആസ് ദ ഇലക്ട്രോഡ്സ് ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സിഗ്നൽസ് which will stimulate the auditory nerve in order to send signals to the brain. Best time for cochlear implantation is between 18 months and 24 months. So cochlear implantation ഇത് നടത്തുന്നത് സെൻസോറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ള കുട്ടികൾക്കാണ്. ഡിവൈസിന് രണ്ട് കമ്പോണൻസ് ആണുള്ളത്, ഇന്റേണൽ കമ്പോണൻറ്റും എക്സ്റ്റേണൽ കമ്പോണൻറ്റും. ഏറ്റവും നല്ല ഏജ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്താനായിട്ട് 18 months to 24 months ആണ്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏജിൽ ഇത് നടത്തിയാൽ മാത്രമേ കുട്ടിയുടെ സ്പീച്ചും ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. ഇതിന് ശേഷം ഒരു 3-4 വയസ്സായതിന് ശേഷം കുട്ടി ഓൾറെഡി സ്പീച്ച് ഡിലേ കാണും. അപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്നതിനേക്കാളും നല്ലത് ഈ ഒരു ഏജിൽ നടത്തുന്നതാണ്. ആൻഡ് വി മേ യൂസ് other communication techniques in those children where these through modalities are not possible. ഹിയറിംഗ് എയ്ഡും കോക്ലിയർ ഇംപ്ലാന്റേഷനും ഒന്നും നടത്താൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ വി മേ ഗോ ഫോർ അതർ ടെക്നിക്സ് ലൈക്ക് ലിപ് റീഡിംഗ്, സ്പീച്ച് തെറാപ്പി, സൈൻ ലാംഗ്വേജ് ആൻഡ് ക്യൂഡ് സ്പീച്ച്. സോ ഇതൊക്കെയാണ് ദ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ എ ചൈൽഡ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്. Coming to the nursing management, the various nursing diagnosis associated with hearing impairment are impaired verbal communication related to hearing impairment. So ഈ കുട്ടികളുടെ verbal communication proper ആവില്ല. So in order to overcome this we may use other modalities like communication techniques, keeping the child safe, avoiding injuries, avoid psychological support for the parents. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതായിട്ട് വരും. ആങ്സൈറ്റി റിലേറ്റഡ് ടു ഇമ്പയർഡ് കമ്മ്യൂണിക്കേഷൻ. സോ പാരൻ്റൽ ആങ്സൈറ്റി ഇവിടെ ഭയങ്കരമായിട്ടുണ്ടാവും. സോ ഇൻ ഓർഡർ ടു കാം ഡൗൺ വി ഷുഡ് ഗീവ് സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഇങ്ങനെയുള്ള പാരൻസിനെ മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് മൊഡാലിറ്റീസ്, ഫിനാൻഷ്യൽ എയ്ഡ്സ് എവിടെ നിന്നൊക്കെ കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പാരൻസിന് പറഞ്ഞു കൊടുക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും വേണം. ഡിലേഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ടു ഇമ്പയർഡ് ഹിയറിംഗ് ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ.
സോ ഈ കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോപ്പർ ആയിരിക്കില്ല, എക്സ്പെഷ്യലി സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. അതുകൊണ്ട് ഏർലി ഐഡൻറ്റിഫിക്കേഷനും ഏർലി ഇൻ്റർവെൻഷനും വേണം. പിന്നെ ഇവരിലെ സ്പീച്ചും ലാംഗ്വേജും ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് വി ഹാവ് ടു യൂസ് അതർ ടെക്നിക്സ്, അതർ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് കുട്ടികളുടെ സ്പീച്ചും ലാംഗ്വേജും ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എത്രയും പെട്ടെന്ന് കൊടുക്കുക. സ്പീച്ച് തെറാപ്പിയൊക്കെ കുട്ടികൾക്ക് നേരത്തെ കൊടുക്കുക. Interrupted family process related to having a child with deafness. സോ ഈ കുട്ടികളെ മജോറിറ്റി ടൈം ഹോസ്പിറ്റലിലും സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തുമൊക്കെ ആയിട്ട് ചിലവഴിക്കേണ്ടി വരും. സോ അങ്ങനെ ഫാമിലി പ്രോസസ് ടോട്ടലി ഓൾട്ടേർഡ് ആയിരിക്കും. സോ യു ഹാവ് ടു ഹെൽപ്പ് വിത്ത് ദ ഓൾട്ടേർഡ് ഫാമിലി പ്രോസസ്. So these are the various nursing diagnosis: impaired verbal communication related to hearing impairment, anxiety related to impaired communication, delayed growth and development related to impaired hearing and verbal communication, interrupted family process related to having a child with deafness. So this is all about deafness. Hope you have understood the topic. If there is any doubts, please personally message me. Wish you a good day. Bye.